ഇന്നത്തെ ടോപ്പിക്ക് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക്കാണ്. റിപ്പീറ്റഡായിട്ട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഈ ലെസൺ എടുക്കുന്നത്. ഇത് ഒരു അഡ്വാൻസ്ഡ് ലെസണാണ്. ഇംഗ്ലീഷ് ഗ്രാമർ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് ഇന്നത്തെ ലെസൺ ഇഷ്ടപ്പെടും. എങ്കിലും എക്സാംസ് ഒക്കെ എഴുതുന്ന ആളുകൾക്ക് തീർച്ചയായും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ ലെസൻ്റെ പേര് പ്രസൻറ്റ് സബ്ജങ്റ്റീവ് മോഡ്. പ്രസൻറ്റ് സബ്ജങ്റ്റീവ് മോഡ് എന്ന് പറയുമ്പോൾ എന്താണ് സബ്ജങ്റ്റീവ് മോഡ്? മൂഡ് എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ ഒരു കാറ്റഗറിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവൻ അങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് കാണിക്കുന്നതാണ് മൂഡ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രസൻറ്റ് സബ്ജങ്റ്റീവ് മൂഡ് ആണ്. ശ്രദ്ധിക്കുക. എക്സാമ്പിൾസ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അത് വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. ഐ വാണ്ട് എന്ന് പറയുന്നതും ഐ റെക്കമെൻഡ് എന്ന് പറയുന്നതും ഐ റിക്വസ്റ്റ്, അതല്ലെങ്കിൽ ഐ ഓർഡർ, ഐ സജസ്റ്റ്, ഇതൊക്കെ ഡിഫറൻ്റാണ്. ഐ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഹീ വാണ്ട്സ്, ഹീ റിക്വസ്റ്റ്, ഹീ അഡ്വൈസസ് എന്നൊക്കെ പറയാം. ഇത്തരം വേർബ്സൊക്കെ നമുക്ക് സബ്ജങ്റ്റീവ് മോഡിൽ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് റെക്കമെൻഡഡ്, ഇറ്റ് ഈസ് അഡ്വൈസ്ഡ്, ഇറ്റ് ഈസ് സജസ്റ്റഡ് എന്നൊക്കെയും പറയാം. പക്ഷേ അവിടെയൊന്നും നമ്മൾ സബ്ജക്റ്റ് പറയുന്നില്ല. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരു പാസീവ് ഫോമിലും ഇത് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് അഡ്വൈസ്ഡ്, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് എന്ന് പറയുന്നത് പോലെ ഇറ്റ് ഈസ് എസെൻഷ്യൽ എന്ന് ഉപയോഗിക്കാം. എസെൻഷ്യൽ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇതൊക്കെ നമുക്ക് ഈ സബ്ജങ്റ്റീവ് മോഡിൽ ഉള്ള സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാം. ഇനി ഇത്തരം സെൻറ്റൻസുകളിൽ ഐ വാണ്ട് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് ദാറ്റ് ആണ്. ഐ വാണ്ട് ദാറ്റ്, ഐ സജസ്റ്റ് ദാറ്റ്, ഐ റെക്കമെൻഡ് ദാറ്റ്. പക്ഷേ ദാറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടത്. ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഐ വാണ്ട് ദാറ്റ് എന്ന് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന സെൻറ്റൻസിൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യം നമുക്ക് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ എക്സാമ്പിൾസ് നോക്കാം. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്? ഞാൻ ഒരു ടീച്ചറാണ്, ഞാൻ ഫാറ്റാണ്, ഞാൻ കൈൻഡാണ്, ഞാൻ നല്ലതാണ് എന്നൊക്കെ പറയില്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. അങ്ങനെയാണ്, ഇങ്ങനെയാണോ എന്നൊക്കെ പറയില്ലേ? അതാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇത് നമ്മൾ ഡിഫറെൻറ്റ് ലെസൺസ് ഇതിനെപ്പറ്റി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഈസ്, ആം, ആർ, പ്രസൻറ്റ് ടെൻസിൽ, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഒക്കെ ഉപയോഗിക്കും. അത് സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഷീ ഈസ് എ ടീച്ചർ, അവൾ ഒരു ടീച്ചറാണ്. ഇങ്ങനെയാണ് പറയുന്നത്. ഷീ കഴിഞ്ഞിട്ട് ഈസ് ഉപയോഗിച്ചു, ഐ കഴിഞ്ഞിട്ട് ആം ഉപയോഗിച്ചു. ദേ ആർ ടീച്ചേഴ്സ്, ദേ കഴിഞ്ഞിട്ട് ആർ ഉപയോഗിച്ചു. ദേ വേർ ടീച്ചേഴ്സ്, അപ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, ദേ സബ്ജക്റ്റാണ്, വേർ ഉപയോഗിച്ചു. ഇങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയാം. ഇനിയാണ് നമ്മൾ പ്രസൻറ്റ് സബ്ജങ്റ്റീവ് മൂഡിനെ പറ്റി പറയുന്നത്. അവളൊരു ടീച്ചറാണ്, ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചർ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ ആഗ്രഹിക്കുകയാണത്. അവളൊരു ടീച്ചർ ആകണമെന്ന്. അവളൊരു ടീച്ചറാണ് എന്നാണെങ്കിൽ ഷീ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ സബ്ജങ്റ്റീവ് മൂഡിലാവുമ്പോൾ, പ്രസൻറ്റ് സബ്ജങ്റ്റീവ് മൂഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ ഒരു ടീച്ചർ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ദാറ്റ് ഷീ ബി എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ അല്ല, ഷീ ബി എ ടീച്ചർ എന്നാണ് പ്രസൻറ്റ് സബ്ജങ്റ്റീവ് മൂഡിൽ പറയേണ്ടത്. ഇവിടെ നോക്കൂ, ബി ആണ് ഉപയോഗിച്ചത്. ഈ ബി എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, സബ്ജങ്റ്റീവ് മൂഡിലുള്ള സെൻറ്റൻസുകളിൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ആം, ഈസ്, ആർ, വാസ്, വേർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെയൊക്കെ ഫസ്റ്റ് ഫോം ബി ആണ്. ഐ വാണ്ട് ദാറ്റ് ഷീ ബി എ ടീച്ചർ. ഞാൻ ഒരു കുട്ടിയെ കാണിച്ചിട്ട് പറയുകയാണ്, ഈ ഒരു കുട്ടി ഒരു ഡോക്ടർ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് ദാറ്റ് ഹീ ബി എ ഡോക്ടർ.
ഇപ്പോൾ അവനൊരു ഡോക്ടറാണ് എന്ന് പറയണമെങ്കിൽ ഹീസ് എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നു അവനൊരു ഡോക്ടർ ആകണമെന്ന്. ഐ വാണ്ട് ദാറ്റ് ഹീ ബി എ ഡോക്ടർ. അതാണ് പ്രസൻറ്റ് സബ്ജക്റ്റീവ് മോഡ്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയുക? മോഡൽ വേർബ് ഉപയോഗിച്ചിട്ട് പറയും. അവനൊരു ഡോക്ടർ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ പറയുക? ഐ വാണ്ട് ദാറ്റ് ഹീ ഷുഡ് ബി എ ഡോക്ടർ. ഹീ ഷുഡ് ബി എ ഡോക്ടർ. പക്ഷേ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മോഡിലായപ്പോൾ ഐ വാണ്ട് ദാറ്റ് ഹീ ബി എ ഡോക്ടർ എന്നായി. അപ്പോൾ മോഡൽ വേർബ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കാം. പക്ഷേ എക്സാമൊക്കെ എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മോഡും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ ഫ്രണ്ട് റിച്ച് ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക? സാധാരണ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, എൻ്റെ ഫ്രണ്ട് റിച്ച് ആണ്. മൈ ഫ്രണ്ട് ഈസ് റിച്ച്. വളരെ ഈസിയാണ് അല്ലേ? പക്ഷേ എൻ്റെ ഫ്രണ്ട് റിച്ച് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് സാധാരണ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഐ വാണ്ട് ദാറ്റ് മൈ ഫ്രണ്ട് ഷുഡ് ബി റിച്ച്. പക്ഷേ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലാകുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? ഐ വാണ്ട് ദാറ്റ് മൈ ഫ്രണ്ട് ബി റിച്ച്. ബി എന്നത് അവിടെ ഒരു ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് എന്നത് എപ്പോഴും ഓർക്കുക. അപ്പോൾ ഇവിടെ മൈ ഫ്രണ്ട് ബി റിച്ച്, അതുപോലെ തന്നെ ഹീ ബി റിച്ച്, ഷീ ബി റിച്ച്, ദേ ബി റിച്ച് എന്നൊക്കെ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിൽ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും. എൻ്റെ മദർ ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയോ? ഞാൻ ഫാറ്റ് ആകണമെന്ന്. ഞാൻ ഫാറ്റ് ആകണമെന്ന് എൻ്റെ മദർ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? മൈ മദർ വാണ്ട്സ് ദാറ്റ് ഐ ബി ഫാറ്റ്. ഐ ബി ഫാറ്റ്. മൈ മദർ വാണ്ട്സ് ദാറ്റ്. ദാറ്റ് കഴിഞ്ഞിട്ടാണ് ആ സെൻറ്റൻസിൽ ആ ഒരു വേർബിൽ ആ വ്യത്യാസം വരുത്തേണ്ടത്. സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് എന്താ? മൈ മദർ വാണ്ട്സ് ദാറ്റ് ഐ ഷുഡ് ബി ഫാറ്റ്. അപ്പോൾ അങ്ങനെ ആകണമെന്ന് എന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എങ്ങനെയാണ്? ബി ആണ് പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിൽ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് സ്റ്റേറ്റ് ഓഫ് പൊസഷൻ. സ്റ്റേറ്റ് ഓഫ് പൊസഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കാറുണ്ട്, എൻ്റെ ഫ്രണ്ടിന് ഒരു ബൈക്കുണ്ട്, അവർക്ക് വലിയ ഒരു വീടുണ്ട്, അങ്ങനെ സ്വന്തമായി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് സ്റ്റേറ്റ് ഓഫ് പൊസഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ഹാവ് എ കാർ, ഹീ ഹാസ് എ ബൈക്ക്, ഷീ ഹാസ് എ ഹൗസ്. അപ്പോൾ ഹാവ്, ഹാസ് ഒക്കെ നമ്മൾ മാറി മാറി ഉപയോഗിക്കും നമ്മുടെ പൊസഷൻ കാണിക്കാൻ. സബ്ജക്റ്റ് അനുസരിച്ച് ഐ, യു, വി, ദേ ഒക്കെ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കും. അതല്ല ഹീ, ഷീ, ഇറ്റ് അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഐ ഹാവ് എ കാർ, യു ഹാവ് എ കാർ, ദേ ഹാവ് എ കാർ, ഷീ ഹാസ് എ കാർ, അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവിടെ മാറ്റം വരുന്നത്? അവൾക്ക് ഒരു കാർ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ദാറ്റ് ഷീ ഹാവ് എ കാർ. നോക്കൂ, ഹാവ് ഉപയോഗിച്ച് എന്താ? ഷീ ഹാസ് എ കാർ എന്നല്ല പറയുന്നത്, ഷീ ഹാവ് എ കാർ. കാരണം ഹാവ് ആയാലും ഹാസ് ആയാലും അതിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഹാവ് ആണ്. പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിൽ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്. അപ്പോൾ ഷീ ഹാവ് എ കാർ എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ തോന്നും അതെങ്ങനെയാണ് ഷീ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ അത് ഗ്രാമാറ്റിക്കലി അതൊരു മിസ്റ്റേക്ക് അല്ലേ എന്ന്. അല്ല, ഇത് പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലുള്ള സെൻറ്റൻസാണ്. ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു, ഐ വാണ്ട് ദാറ്റ് ഷീ ഹാവ് എ കാർ. സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് പറയാം അവൾക്ക് ഒരു കാർ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ദാറ്റ് ഷീ ഷുഡ് ഹാവ് എ കാർ. നോക്കൂ, മോഡൽ ഉപയോഗിച്ചു, മോഡൽ വേർബ് അവിടെ ഉപയോഗിച്ചു. പക്ഷേ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലാകുമ്പോൾ ഹാവ് മാത്രം മതി. ഹാവ് ആണ് ഹാവിൻ്റെയും ഹാസിൻ്റെയും ഫസ്റ്റ് ഫോം. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഹാവ് തന്നെ ഉപയോഗിക്കാം. മൈ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ടും ഹാവ് ഉപയോഗിക്കാം, മൈ ഫ്രണ്ട് കഴിഞ്ഞിട്ടും ഹാവ് ഉപയോഗിക്കാം. ഐ വാണ്ട് ദാറ്റ് മൈ ഫ്രണ്ട്സ് ഹാവ് എ ലോട്ട് ഓഫ് മണി. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് പൈസ ഉണ്ടാകണമെന്ന്. മൈ ഫ്രണ്ട്സ് ഹാവ്. അത്
മൈ ഫ്രണ്ട് എന്നാക്കുമ്പോൾ ഒരു വ്യത്യാസവും വരുന്നില്ല. ആ ഒരു പാർട്ടിന് ഒരു വ്യത്യാസവും വരില്ല. ഐ വാണ്ട് ദാറ്റ് മൈ ഫ്രണ്ട് ഹാവ് എ ലോട്ട് ഓഫ് മണി എന്ന് തന്നെയാണ്. മൈ ഫ്രണ്ട് ഹാവ്, മൈ ഫ്രണ്ട്സ് ഹാവ്, ഒരു വ്യത്യാസവും അവിടെ വന്നില്ല. ഹാവ് തന്നെ ഉപയോഗിക്കുക പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലാകുമ്പോൾ. ഇനി നമുക്ക് ഈ വാണ്ട് എന്നത് ആഗ്രഹിക്കുന്നു എന്നല്ലേ, ഞാൻ ആഗ്രഹിച്ചു എന്നും പറയാമല്ലോ, ഐ വാണ്ടഡ് ദാറ്റ്. പക്ഷേ അവിടെ ചേഞ്ച് വരുത്താം. പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലുള്ള ആ ഒരു പാർട്ടിൽ ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ദാറ്റ് മൈ ഫ്രണ്ട് ഹാവ് എ കാർ. മൈ ഫ്രണ്ട് ഹാവ് എ കാർ. ഐ വാണ്ടഡ് ദാറ്റ് മൈ ഫ്രണ്ട് ഹാവ് എ കാർ എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് ആ ഒരു പാർട്ട്, അതൊരു ഫസ്റ്റ് ഫോം, അതങ്ങനെ തന്നെ വേണം. അതാണ് പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിൽ ഉള്ള സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഐ വാണ്ടഡ് ദാറ്റ് മൈ ഫ്രണ്ട് ഹാവ് എ കാർ. ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ഫ്രണ്ടിന് ഒരു കാർ ഉണ്ടാകണമെന്ന്. ഐ വാണ്ടഡ് ദാറ്റ് മൈ ഫ്രണ്ട്സ് ഹാവ് എ കാർ. ഇവിടെ എന്തായാലും ഹാവ് എന്ന ഒരു പാർട്ട് വ്യത്യാസം വരുത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു. സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ആക്ഷൻ. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഒരു കുട്ടി ഇരിക്കുന്നു എന്ന് കരുതുക. ഒരു കുട്ടി അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ കുട്ടി അവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പോകുക എന്ന് പറയുമ്പോൾ അതൊരു ആക്ഷനല്ലേ. അപ്പോൾ ഈ കുട്ടി, ദിസ് ബോയ്, ഓക്കെ, ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ദാറ്റ് ദിസ് ബോയ് ഗോ ഫ്രം ഹിയർ. ഗോ, ദിസ് ബോയ് ഗോ ഫ്രം ഹിയർ. നോക്കൂ, ഗോ എന്നത് ആ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ദിസ് ബോയ് ഗോ ഫ്രം ഹിയർ ആണ്, ദിസ് ബോയ് ഗോസ് അല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതാണ് അവിടെയും ആ ഫസ്റ്റ് ഫോം എന്ന കാര്യം ഓർക്കുക പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലാകുമ്പോൾ. ഇനി സാധാരണ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെയാണ് മോഡൽ വേർബ് ഉപയോഗിക്കും? നമുക്ക് പറയാം, ഐ വാണ്ട് ദാറ്റ് ദിസ് ബോയ് ഷുഡ് ഗോ ഫ്രം ഹിയർ. ഷുഡ് ഗോ എന്നുപയോഗിച്ചു. പക്ഷേ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലാവുമ്പോൾ ഗോ മാത്രം മതി. എൻ്റെ ഫ്രണ്ട് ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലുള്ള സെൻറ്റൻസ് പറയാം. ഐ വാണ്ട് ദാറ്റ് മൈ ഫ്രണ്ട് കം ഹിയർ. മൈ ഫ്രണ്ട് കം ഹിയർ. ഇനി മോഡൽ ഉപയോഗിച്ചിട്ട് ആണെങ്കിൽ, പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡ് അല്ലാതെ ഒരു മോഡൽ വേർബ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയും? ഐ വാണ്ട് ദാറ്റ് മൈ ഫ്രണ്ട് ഷുഡ് കം ഹിയർ. ഇപ്പോൾ ഐ വാണ്ട് ദാറ്റ് എന്നാണ് നമ്മൾ ഈ സെൻറ്റൻസുകളിലൊക്കെ ഉപയോഗിച്ചത്. നമുക്ക് വാണ്ട് ദാറ്റ് എന്ന് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഐ റെക്കമെൻഡ് ദാറ്റ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. സജസ്റ്റ് ദാറ്റ് എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഐ അഡ്വൈസ് ദാറ്റ്, ഞാൻ ഉപദേശിക്കുന്നു. ഇതൊക്കെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാം. പക്ഷേ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിൻ്റെ ആ ഒരു പാർട്ടിൽ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കേണ്ട വേർബ് ഫസ്റ്റ് ഫോം ആണ്. അതാണ് ഓർക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് പഠിച്ചു, സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ പഠിച്ചു, ആക്ഷൻ മനസ്സിലായി. എല്ലാം ആക്റ്റീവ് വോയിസ് സെൻറ്റൻസുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതല്ലാതെ നമുക്ക് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകളിലും ഇത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ്, ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ദാറ്റ്, ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ്. അവിടെ സ്പീക്കർ ആരാണ് എന്ന് പറയുന്നില്ല. പക്ഷേ അപ്പോഴും ആ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലുള്ള ആ ഒരു പാർട്ടിൽ ചേഞ്ച് വരുത്താൻ പാടില്ല. പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലാണ് ബേസ് ഫോമാണ് വേർബിൻ്റെ ഉപയോഗിക്കേണ്ടത്. ഇനി ഇത് പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകളിലും നമുക്ക് സബ്ജക്റ്റീവ് മൂഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു റൂം ക്ലീൻ ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റൂം ആരാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നല്ല, ഈ റൂം ക്ലീൻ ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെ പറയും? ഐ വാണ്ട് ദാറ്റ് ദിസ് റൂം ബി ക്ലീൻഡ്. ഇനി വേറൊരു തരത്തിൽ ഐ വാണ്ട് ദാറ്റ് എന്നത് മാറ്റി ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ദിസ് റൂം ബി ക്ലീൻഡ്. അത് റെക്കമെൻഡ് ചെയ്യപ്പെടുകയാണ്. ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നില്ല. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ദിസ് റൂം ബി ക്ലീൻഡ്. ഈ കാറ് ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. ഈ കാർ ഇവിടെ നിന്ന് മാറ്റപ്പെടണമെന്ന്, അതായത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ മാറ്റപ്പെടണമെന്നോ ഒന്നും പറയില്ല. ഈ കാർ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ പറയുള്ളൂ. അപ്പോൾ വേറെ ആരെങ്കിലും അത് മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഐ സജസ്റ്റ് ദാറ്റ് ദിസ് കാർ ബി റിമൂവ്ഡ് ഫ്രം ഹിയർ. അതാണ് പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലുള്ള സെൻറ്റൻസ്. ഇനി ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ്, അങ്ങനെയും പറയാം. ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ്, അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്നല്ല. ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് ദിസ് കാർ
ബി റിമൂവ്ഡ് ഫ്രം ഹിയർ. ഇനി സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? മോഡൽ വേർബ് ഉപയോഗിച്ചിട്ട്. ഐ സജസ്റ്റ് ദാറ്റ് ദിസ് കാർ ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ഹിയർ. ഷുഡ് ഉപയോഗിച്ചു. പക്ഷേ പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡിലാവുമ്പോൾ ഷുഡിൻ്റെ ആവശ്യമില്ല. അവിടെ ആ മോഡൽ വേർബ് മാറ്റണം. അപ്പോൾ ബി റിമൂവ്ഡ്, ബി ക്ലീൻഡ് എന്നൊക്കെ പറയുമ്പോൾ ബി കഴിഞ്ഞിട്ട് വേർബിൻ്റെ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുക പാസീവ് വോയിസിൽ. അപ്പോൾ ഇന്ന് പ്രസൻറ്റ് സബ്ജക്റ്റീവ് മൂഡ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ, ആക്ഷൻ, അതുപോലെ പാസീവ് വോയിസിലുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു.